കേശു കേശു ആ ബാലമണി പിയസാ. ഹായ് ചേച്ചി. ഹായ്. എവിടെ ചേച്ചി അല്ലേ എവിടെന്ന് പോവാ ചേച്ചി. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഓ സമാധാനം. അബദ്ധമാണെന്ന് മനസ്സിലായല്ലോ. ബാല ചേച്ചി നിങ്ങളെ ഹണിമൂണൊക്കെ കഴിഞ്ഞ? അയ്യോ ഡിവോഴ്സ് ആയല്ലേ? പാറുവേ അല്ല എന്താണ് ഇങ്ങോട്ട്? എന്ത് പുതിയ വള്ളിയും കൊണ്ടാ ഇന്ന് വന്നേ? ചേച്ചി അങ്ങനൊന്നും പറയാതെ ചേച്ചി വള്ളി എന്നൊക്കെ പറയല്ലേ. കേശു എന്തേ? ചേട്ടൻ കിടക്കുന്നു. ഓ ഉറങ്ങാറുന്നല്ലേ. വെറുതെ അല്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാണ്ടിരുന്ന. ചേച്ചി അതൊന്നും അല്ല കാര്യം. ചേച്ചി വിളിച്ചത് കേശോടൻ കണ്ടായിരുന്നു. അതിന്റെ വള്ളി കേസാന്നും പറഞ്ഞ് കേശോടൻ കിടന്നു തുടങ്ങി. അങ്ങനെ പറഞ്ഞു അവൻ. അയ്യേ പറ്റിച്ചേ. ഈ വീട്ടിലെല്ലാരും ഭയങ്കര കോമഡി അല്ലേ. പിന്നെ ഞങ്ങള് ജനിക്കുമ്പോഴേ കോമഡി പറഞ്ഞോണ്ടാണല്ലോ വരുന്നത്. അതെ. എന്താ ഇങ്ങോട്ടേക്ക് വരാനുള്ള കാര്യം? ഇല്ല ഞാനേ കേശുവിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. കേശുവിനെ കാണാന്? കേശുവിനുള്ളു. കേശോട്ടാ എന്താ? ഒന്നുമില്ല. കേശോട്ടോ ഇങ്ങോട്ട് വാ. ബാല ചേച്ചി വന്നേക്കുന്ന ചേട്ടനെ കാണാൻ. കേശോട്ടാ കഴിഞ്ഞ അല്ല ബാല അന്ന് വീട്ടിൽ പോയിട്ടേ അച്ഛനെന്ത് പറഞ്ഞു? അതെ അച്ഛനൊന്നും മനസ്സിലായില്ല. ഞാൻ ഒളിച്ചോടി പോയതാ. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നിന്റെ ഇടയ്ക്ക് ഒളിച്ചോടി പോയാ? എടോ അന്ന് ജോഷുവ ചേട്ടനടി ചേച്ചി വന്നില്ലേ? അത് ഒളിച്ചോടി വന്നതാ. അത് അങ്ങനെയാണ് ഒളിച്ചോടുന്നേ? ആ അങ്ങനെയാണ്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. കേശോട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? കേട്ട്. ഹായ് കേശു. നീ പാതിരാവിലെ എന്തിനാ വെച്ചാ ഇങ്ങോട്ട് കയറി വന്നേ? അതേത് രാവിലെ? രാവിലെ വെളുപ്പിനെ മറ്റേ എന്തിനിപ്പ വന്നേ? എടാ ഞാനേ ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ടാ വന്നെ. ഇപ്പൊ ഇതെങ്ങാനും നിന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മൈൻഡ് ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോ. അല്ല ഈ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആവാന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ആൻസൈറ്റി അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ഡിപ്രഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആണോ? അങ്ങനത്തെ ഏതാണ്ടൊരു സാധനമാണ്. എന്താണ് ഇവനറിയായിരിക്കും. എന്റെ കൊച്ച അതിന് ഇവരോടല്ല സംസാരിക്കണ്ടേ, വല്ല ഡോക്ടറേയും പോയി കാണു. അങ്ങനെയല്ലേ ചേച്ചി. കേശുവിന് ഭയങ്കര കഴിവാണ് പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാനായിട്ട്. എന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും. ഇൻട്രസ്റ്റ്. ഒന്നുമില്ലേ. പരമണി അത്ര സീരിയസ് മാറ്റർ ആണോ? അത്യാവശ്യം നല്ല രീതിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. അത്രേ സീരിയസ് മാറ്റർ ആണെങ്കിൽ മാറി അത് ഞാൻ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. ഓഫ് കോഴ്സ് സോൾവ് ചെയ്ത് തരാം. താനകത്തോട്ട് ചെല്ല്. ഞാനിന്ന് മുഖമൊക്കെ കഴുകിട്ട് വരാം. ഞാൻ അവിടെ കയറിയിരിക്കല്ലേ അകത്തോട്ട്. എന്താ കണ്ട 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 എങ്ങനെ ഇരിക്കുന്നു? നീ ആരടാ? സൈക്കോളജിസ്റ്റാ? ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല. പക്ഷേ എന്റെ അഡ്വൈസ് ഉണ്ടല്ലോ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വർക്കാവും. അങ്ങനെ ഒരു തവണ വർക്കായാൽ അവർ പിന്നെ അഡ്വൈസ് തേടി വരും. എന്റെ ചെറുക്ക ആ കൊച്ചെന്തോ വള്ളി കേസ് കൊണ്ടാണ് വന്നേക്കണത്. ഏയ് എനിക്ക് തോന്നുന്നില്ല. ആ പേര് തന്നില്ലേ ചേച്ചി, ഇതൊരു പാവമാണ്. കൊച്ചു കൊച്ച് പാല കൊച്ച്. ഇതിൽ നിഷ്കളങ്കരമായ പേര് വേറെ ഏതുണ്ട് ഈ ലോകത്ത്? സമയം എത്ര? സമയം 10. പുതിയ പുതിയ വള്ളികളൊക്കെ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേശു. അയ്യോ ഇതുപോലത്തെ കാട്ടുവള്ളിയൊന്നും വരായിരുന്നാണ്. പറയടോ എന്താണ് തന്റെ പ്രശ്നം? റെഡി ആവട്ടെ. ഇനി പറ. എനിക്കില്ലേ ഒരു സീരിയസ് കാര്യമാണ് പറയാനുള്ളത്. നീ നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി കാര്യം പറ. പക്ഷെ നീ എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെടൂ? താൻ പറയണോ. ജോഷുവിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഓ അപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ്. എന്താ അതാ
ചേട്ടൻ സംസാരിക്കുന്നത് കേൾക്കാൻ വന്നതാ. അയ്യടാ, ചേട്ടൻ സംസാരിക്കുന്ന എന്റെ പൊന്നായ മക്കൾ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ലല്ലോ അല്ലേ? അത് കേട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഡോക്ടറിനെ പോലെ സംസാരിക്കുന്നത് കേൾക്കാൻ. എന്താ തിളങ്ങണ നിന്ന് മുഖമൊക്കെ ഗ്ലിറ്ററാ? ഓറി അറിയത്തില്ല, ഒക്കോണം പോകത്തില്ല. ആ ഇനി താൻ പറഞ്ഞു. എടാ അതില്ലേ, ജോക്കാണെങ്കിൽ ഒരു ധൈര്യവും ഇല്ല. ആർക്ക് ധൈര്യം? ജോക്ക്. അവന് നിന്റെ കൂടെ ഒളിച്ചോടി വന്ന അവന് ധൈര്യം ഇല്ലെന്നല്ലേ? എടാ അതങ്ങനെയല്ല. ഞാൻ അന്ന് അവന്റെ അടുത്ത് ഞാൻ ബ്രേക്കപ്പ് ആവുമെന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അന്ന് അവൻ ഒളിച്ചോടി വന്നത്. എന്നാലും വന്നില്ലേ? വന്ന്, പക്ഷേ അവന് ഒരു ധൈര്യമില്ലടാ. ഞാനേ ഇന്നലെ അവന്റെ അടുത്ത് എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എപ്പോ? ഇന്നലെ ഒരു 7 മണിയായി കാണും. എന്നിട്ട് അവൻ വന്നില്ല. അതല്ല പറഞ്ഞ ധൈര്യമില്ലെന്ന്. ഇല്ല, അപ്പൊ നിന്റെ വീട്ടില് ആരും ഇല്ലായിരുന്നു? അതാ എന്റെ വീട്ടിലെ എല്ലാരും ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ, ചേട്ടൻ, മാമൻ, ഞാൻ, എല്ലാരും ഉണ്ടായിരുന്നു. അവൻ വന്നില്ല. അവൻ ധൈര്യമില്ല. ഞാൻ പറഞ്ഞ ആ സമയത്ത് നീ അവനെ വിളിച്ചപ്പോ അവൻ വന്നില്ല, അതുകൊണ്ട് അവന് ധൈര്യമില്ല. ഇപ്പൊ ബാലാമണി, ഒരു കത്തിക്കൊണ്ട് നിൽക്കുന്ന ബിൽഡിങ്, അതിലോട്ട് നിന്റെ അടുത്ത് ടക്കനെ ഓടി കയറിയിട്ട് നിന്റെ ധൈര്യം തെളിയിക്കാൻ പറഞ്ഞാൽ നീ തെളിയിക്കൂ? അയ്യോ, അത് പറ്റൂല, ചത്തൂലേ. അതുപോലെ തന്നെ അവനും ചത്തുപോയില്ലേ? പക്ഷെ അത് വേറെ കാര്യവും, ഇത് ജീവിതമല്ലേ. കുറച്ച് യുക്തിയൊക്കെ ആവാം. ആ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലോ. അയ്യോ ഇല്ല, കഴിഞ്ഞില്ല. ഇനിയാണ് മെയിൻ പ്രശ്നം. എടാ, ഞാൻ അവനെ എപ്പ വിളിച്ചാലും അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. എന്നോട് സംസാരിക്കാൻ മാത്രം അവന് ഒരു സമയമില്ല. നീ അവനെ എപ്പ വിളിച്ചാലും നീ മിനിറ്റിന് വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ അവനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ മിനിറ്റിനൊന്നും വിളിച്ചില്ല. ഒരു അരമണിക്കൂറാ, ഒരു മണിക്കൂറൊക്കെ കൂടുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അരമണിക്കൂർ, 1 മണിക്കൂർ. ബാലാമണി, നീ വേറൊരു കാര്യം ആലോചിക്കണം. റിലേഷൻഷിപ്പിലാണ് ശരി തന്നെ, പക്ഷേ അപ്പുറത്തേക്കുന്നത് ഒരു മനുഷ്യ ജീവനാണ്, ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അവനും അവൻ്റെതായ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എന്നെ പ്രേമിക്കുമ്പോ ടൈം ഫുള്ള് എന്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. എനിക്കങ്ങനെയാ. ഹായ് അമ്മൂമ്മേ. ഇതാര് നാടകം നടിയോ? ഇല്ല മുമ്മേ, ആ നാടകമൊക്കെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞാ? മോക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലേ? അങ്ങനൊന്നും പറയാതെ അമ്മൂമ്മേ, ഞാൻ കേശുവിനെ കാണാൻ വന്നതാ. ആണോ? നിന്റെ കൂട്ടുകാർക്ക് നിന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല? അങ്ങനെയല്ല അമ്മൂമ്മ, ജീവിച്ചു പോട്ടെ. അമ്മൂമ്മ ആരെ അന്വേഷിച്ചു വന്നേ? ഞാൻ പാറുവിനെ അന്വേഷിച്ചു വന്ന. നീ കണ്ടായിരുന്നോ? പുറത്തോട്ട് പോയിട്ടുണ്ടോ? ഞാൻ എന്നാ പോയി നോക്കട്ടെ. അമ്മൂമ്മയോ എന്തോ. എടാ കേശു, നീ ഇതിനൊരു തീരുമാനം പറഞ്ഞേ. ഏതിന്? ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രശ്നം എങ്ങനെങ്കിലും സോൾവ് ചെയ്യും. ഒരു 5 മിനിറ്റ് തരുമോ? നീ ഇങ്ങനെ വെടിവെച്ചോലെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കല്ലേ? ആലോചിക്കാം.